ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 13ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റായി നമ്മൾ പഠിച്ചു. പ്രസൻസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റായി പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റായി. നമ്മൾ അതിൻ്റെ പാസ്റ്റ് ടെൻസിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. ഈ കേരള PSCക്ക് ചോദിക്കാവുന്ന ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിസ ഡാറ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ. ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെൻറ്റ്, ഹാസ് ഗോൺ, ഗോ. നോക്കൂ, ഇവിടെ വെൻറ്റ്, ഹാസ് ഗോൺ, ഗോ. ഇവിടെ യെസ്റ്റർഡേ എന്ന് തന്നിട്ടുണ്ടോ? നമുക്കറിയാം പാസ്റ്റ് ടൈമിലുള്ള കാര്യമായതുകൊണ്ട് നമുക്കിത് പാസ്റ്റിലേ പറയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഹാസ് ഗോണും ഗോയും പ്രസൻറ്റൻസ് ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് വെൻ്റെ ആൻസർ വരുള്ളൂ എന്ന് നമുക്ക് അറിയാം. ക്ലിയർ ആണോ? ഇനി ദ പ്ലേസ് ഡാഷ് വെൽ ഫോർ എ വെരി ലോങ് ടൈം ബിഫോർ ഇറ്റ് ഷട്ട് ഡൗൺ. ഓപ്ഷൻസ് നോക്കൂ. വാസ് ഫങ്ഷനിങ്, ഹാഡ് ബീൻ ഫങ്ഷനിങ്. ഇവിടെ നോക്കൂ, നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താ പഠിച്ചത്? ഒരാക്ഷൻ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്റ്റിൽ തന്നെ അവസാനിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയുമെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം ഇവിടെ നോക്കൂ, ദ പ്ലേസ് ഡാഷ് വെൽ ഫോർ എ വെരി ലോങ് ടൈം ബിഫോർ ഇറ്റ് ഷട്ട് ഡൗൺ. ഇത് അടച്ചു മൂടുന്നതിന് മുന്നേ നമുക്കെന്താ? അടച്ചു മൂടുന്നതിന് മുന്നേ ഇത് കുറേ നാൾ പ്രവർത്തിച്ചു എന്ന് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ എന്ത് വരും? ഹാഡ് ബീൻ ഫങ്ഷനിങ്. ക്ലിയർ ആണല്ലോ? ഇനി ബൈ ദ ടൈം രാമു ഗോ ടു ദ പാർട്ടി എവ്രി വൺ ഡാഷ് ഹോം. ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹാഡ് ഗോൺ, വെൻറ്റ്, ഗോ. ഇതിനകത്ത് നമുക്ക് രണ്ട് പാസ്റ്റ് വരുന്നുണ്ട്, ഒരു പ്രസൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, രാമു ഗോ ടു ദ പാർട്ടി. ഗോട്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റിലേ വരുള്ളൂ. അപ്പം സിമ്പിൾ പാസ്റ്റ് വരുമോ പാസ്റ്റ് പെർഫെക്റ്റ് വരുമോ എന്ന് നമുക്കിവിടെ നോക്കണം. നോക്കൂ, ബൈ ദ ടൈം രാമു ഗോട്ട് ദ പാർട്ടി. രാമു പാർട്ടിയിൽ ചെന്ന സമയത്ത് എവരി വൺ ഡാഷ് ഹോം. ചെന്ന സമയത്ത് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറയുക? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചു? രണ്ട് ആക്ഷൻ നടക്കുവാണെങ്കിൽ അതിൽ ആദ്യത്തെ ആക്ഷൻ എന്തിൽ വരും? പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും വരുമെന്ന് നമ്മൾ പഠിച്ചു. പാസ്റ്റ് ടെൻസിൽ രണ്ട് ആക്ഷൻ നടക്കുവാണെങ്കിൽ അതിൽ ആദ്യത്തെ ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും വരുമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കൂ, രണ്ടാമത്തെ ആക്ഷൻ ബൈ ദ ടൈം രാമു ഗോ ടു ദ പാർട്ടി. പാർട്ടിക്ക് പോയപ്പോൾ എവരി വൺ ഹാഡ് ഗോൺ ഹോം. ക്ലിയർ ആണോ? ഹാഡ് ഗോൺ രണ്ടാമത്തെ ആക്ഷൻ അല്ലേ അത്? ഇനി ഇറ്റ് ഡാഷ് റെയിനിങ് ഹാർഡ് ഫോർ സെവറൽ ഡേയ്സ്. നോക്കൂ, കുറേ നാളുകളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻസ് എന്താ? ഹാഡ് ബീൻ റെയിനിങ് വരുമോ? വാസ് റെയിനിങ് വരുമോ? വെയർ വരുമോ? ഇവിടെ ടൈം തന്നിട്ടില്ല, എന്നാലും പാസ്റ്റിൻ്റെ ഓപ്ഷൻസേ തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഓപ്ഷനും കൂടെ നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഫോർ സെവറൽ ഡേയ്സ് ഇവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേണമെങ്കിൽ എഴുതാം ഫോർ സെവറൽ ഡേയ്സ് എന്ന് പറയുമ്പം, കേട്ടോ. പക്ഷേ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പറഞ്ഞില്ലേ ഫോർ സെവറൽ ഡേയ്സ്. നമ്മൾ പാസ്റ്റിലെ കാര്യം പറയണമെന്ന് വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വരും? ആൻസർ എന്താ? ഹാഡ് ബീൻ റെയിനിങ് ഹാർഡ് ഫോർ സെവറൽ ഡേയ്സ്. ക്ലിയർ ആണല്ലോ? പല ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ കാര്യം പറയുവാണ്, അത്രേ ഉള്ളൂ. ഇതിപ്പം ഹാസ് ബീൻ റെയിനിങ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തന്നെ ആൻസർ എഴുതണം, സെവറൽ ഡേയ്സ് ആയതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? അത് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് ആൻസർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി ഹെർ ഫ്രണ്ട്സ് ഹാഡ് ബീൻ തിങ്കിങ് ഓഫ് കോളിംഗ് ദ പോലീസ് വെൻ ഷീ ഡാഷ് ഇൻ. ഓപ്ഷൻസ് നോക്കൂ. വാക്ക്ഡ്, ഹാഡ് വാക്ക്ഡ്, വാക്കിംഗ്. ഇവിടെ നോക്കൂ, ഹെർ ഫ്രണ്ട്സ് ഹാഡ് ബീൻ തിങ്കിങ് ഓഫ് കോളിംഗ് ദ പോലീസ്. ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്നപ്പോഴത്തേനും ഇവർ പോലീസിനെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്, അല്ലേ? അപ്പം ഇവിടെ കൂടുതൽ നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ദ ടൈമിലും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയും സിമ്പിൾ പാസ്റ്റേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ വാക്ക്ഡ് ആണ് ആൻസർ വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാക്ക്ഡ് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? വാക്ക്ഡ് അതാണ്. ഹെർ ഫ്രണ്ട്സ് ഹാഡ് ബീൻ തിങ്കിങ് ഓഫ് കോളിംഗ് ദ പോലീസ് വെൻ ഷീ വാക്ക്ഡ് ഇൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചാണ് പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസേ വരത്തുള്ളൂ എന്ന് പഠിച്ചു. പക്ഷേ ഒരു ആക്ഷൻ
പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരും. എന്നിട്ട് ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ, ഒരു ആക്ഷൻ വരുവാണെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയും. അതാണ് വാക്ക്ഡ്. അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഓർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി ഹി ഡാഷ് വാക്കിംഗ് ഓൺ ദ റോഡ് ഫോർ എ ഫ്യൂ അവേഴ്സ് ബിഫോർ ഹി മെറ്റ് ഹർ. നോക്കൂ, ഹി ഡാഷ് വാക്കിംഗ് ഓൺ ദ റോഡ് ഫോർ എ ഫ്യൂ അവേഴ്സ് ബിഫോർ ഹി മെറ്റ് ഹർ. അദ്ദേഹം അവളെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് കുറേ മണിക്കൂർ, ഫോർ ഫ്യൂ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ അയാൾ റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പം ഇതെന്താ? അവളെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ അയാൾ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്തു അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വരിക എന്നറിയാം? ഹാഡ് ബീൻ അല്ലേ? ഹി ഹാഡ് ബീൻ വാക്കിംഗ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആണല്ലോ? ഇനി വി ഹാഡ് ബീൻ ബൈയിങ് ആർട്ടിക്കിൾസ് ഫ്രം ദാറ്റ് ഷോപ്പ് ബിഫോർ വി ഡാഷ് ടു ദിസ് ഷോപ്പ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഷിഫ്റ്റഡ്, ഹാഡ് ഷിഫ്റ്റഡ്, ഷിഫ്റ്റിംഗ്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെയും എന്താ? മുകളിലത്തെ സെയിം സെൻറ്റൻസ് ആണ്. മുകളിൽ എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഡാഷ് ഉണ്ടായിരുന്നു, അവിടെ ഡാഷ് തന്നിരുന്നു. ഇവിടെ ഇപ്പം സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ഥലത്ത് തരുന്നു. അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ആൻസർ എന്താ വരിക? ഷിഫ്റ്റഡ്. ക്ലിയർ ആണല്ലോ? ഒരു ആക്ഷൻ പാസ്റ്റിലൊരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു ആക്ഷൻ വരുമ്പോൾ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റിൽ പറയും. ക്ലിയർ ആണല്ലോ? ഇനി ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻ ടു ഡിന്നർ. ഇവിടെ നോക്കൂ, ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻ ടു ഡിന്നർ. 2 ആക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താ? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ തീർന്നതിന് ശേഷമാണ് ഒരു ആക്ഷൻ വരുന്നത്, വേറെ ആക്ഷൻ. ഇവിടെ 2 ആക്ഷൻ നടക്കുമ്പം അതിനകത്തൊരു കണ്ടിന്യൂറ്റി കാണും. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും, കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ 2 ആക്ഷനും കംപ്ലീറ്റ് ആയെങ്കിൽ, 2 ആക്ഷനും കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന് ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയും. ക്ലിയർ ആണല്ലോ? അപ്പം ആഫ്റ്റർ ഷീ ഡാഷ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഷീ വെൻ ടു ഡിന്നർ. ഇവിടെ എന്താ വരിക? ഹാവ് വരുമോ ഹാഡ് വരുമോ? ഇവിടെ നമുക്ക് ഷീ വെൻ ടു ഡിന്നർ എന്ന് പറയുമ്പം ഇത് പാസ്റ്റ് ടെൻസേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഹാഡ് ഫിനിഷ്ഡ് ഹെർ വർക്ക് എന്നേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അശോക് ഫെൽ ഓഫ് ദ ലേഡർ വെൻ ഹീ ഡാഷ് ദ റൂഫ്. നോക്കൂ, ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈസ് മെൻറ്റിങ്, വാസ് മെൻറ്റിങ്, മെൻറ്റഡ്. ഇവിടെ ഫെൽ ഓഫ് വന്നതുകൊണ്ട് നമുക്കറിയാം ഫോൾ, ഫെൽ, ഫോളൻ നമുക്കറിയാം 3 ഫോംസ് അല്ലേ? അപ്പോൾ ഫെല്ല് പാസ്റ്റൻസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഒന്നുകിൽ മെൻറ്റഡ് വരണം അല്ലെങ്കിൽ വാസ് മെൻറ്റിങ് വരണം. ഇവിടെ എന്താ വരിക? വെൻ ഹി ഡാഷ് ദ റൂഫ്, വാസ് മെൻറ്റിങ് കണ്ടിന്യൂസ് അല്ലേ? അതായത് മെൻറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പം അശോക് ഫെൽ ഓഫ് ദ ലാഡർ വെൻ ഹി വാസ് മെൻറ്റിങ് ദ റൂഫ്. ആൻസർ എന്താ? വാസ് മെൻറ്റിങ്. ക്ലിയർ ആണോ? ഇനി ഷീ ജംപ്ഡ് ഓഫ് ദ ബസ് വൈൽ ഇറ്റ് ഡാഷ്. ഷീ ജംപ്ഡ് ഓഫ് ദ ബസ് വൈൽ ഇറ്റ് ഡാഷ്. മൂവ്ഡ്, ഹാഡ് മൂവ്ഡ്, വാസ് മൂവിങ്. ഇവിടെ നോക്കൂ, സെയിം തന്നെയാണ്. ബസ്സിൽ നിന്ന് ചാടി എപ്പോഴാണ്? ബസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ? അങ്ങനെ വരുമ്പം വാസ് മൂവിങ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ഇനി ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ് 1 വീക്ക് അഗോ. ഓപ്ഷൻസ് നോക്കൂ, ലുക്ഡ്, ലുക്കിംഗ്, ഈസ് ലുക്കിംഗ്. നോക്കൂ, ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ് 1 വീക്ക് അഗോ. ഇവിടെ ഈസ് ലുക്കിംഗ് വരുമോ? വരത്തില്ല. ലുക്കിംഗ് വരുമോ? വരത്തില്ല. ലുക്കിംഗ് ഒറ്റയ്ക്ക് വരത്തില്ല. ഈസ് ലുക്കിംഗ് എന്തുകൊണ്ടാണ് വരത്തെ? 1 വീക്ക് അഗോ ആണ് അല്ലേ? 1 വീക്ക് അഗോ ആയതുകൊണ്ട് ഈസ് ലുക്കിംഗ് അല്ലെങ്കിലും വരത്തില്ല. എന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ടെൻസിൽ ലുക്ക് എന്ന വേർഡ് ഉപയോഗിക്കത്തില്ല അതിൻ്റെ അർത്ഥം വെച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഓരോ ഓപ്ഷനേ വരുള്ളൂ, ലുക്ഡ്. ക്ലിയർ ആണല്ലോ? ലുക്ഡ് വറീഡ് അബൌട്ട് സംതിങ് 1 വീക്ക് അഗോ. 1 വീക്ക് അഗോ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പാസ്റ്റ് ടെൻസേ വരത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ലുക്ഡ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഐ ഡാഷ് ഫോർ ദ ക്യാബ് വെൻ ഐ മെറ്റ് രാജു. ആം വെയിറ്റിംഗ്, വെയർ വെയിറ്റിംഗ്, വാസ് വെയിറ്റിംഗ്. ഐ മെറ്റ് രാജു ആണ്. അപ്പം മെറ്റ് രാജു വരുമ്പം ഒന്നുകിൽ വെയർ വെയിറ്റിംഗ് വരണം അല്ലെങ്കിൽ വാസ് വെയിറ്റിംഗ് വരണം. ഇവിടെ ഐയുടെ കൂടെ എന്താ വരിക? ഐയുടെ കൂടെ മറക്കരുത്, വാസ് വെയിറ്റിംഗ് ആണ് വരിക. ക്ലിയർ ആണല്ലോ? ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ക്യാബ് വെൻ ഐ മെറ്റ് രാജു. അതായത് കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ദ ചിൽഡ്രൻ ഡാഷ് വെൻ ദ ടീച്ചർ
കെയിം ഇൻ. പാസ്റ്റ് ടെൻസ് കൂടുതൽ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. ദ ചിൽഡ്രൻ ഡാഷ് വെൻ ദ ടീച്ചർ കെയിം ഇൻ. ഓപ്ഷൻസ് നോക്കൂ. വാസ് ഷൗട്ടിങ്, വെയർ ഷൗട്ടിങ്, ഷൗട്ടിങ്. ഇതിനകത്ത് എന്താ വരിക? ചിൽഡ്രൻ വാസ് ഷൗട്ടിങ് വരുമോ, വെയർ ഷൗട്ടിങ് വരുമോ? ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾ തെറ്റിക്കാൻ വളരെ ചാൻസ് ആണ്. ഇപ്പം കുറേ പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് മനസ്സിലായിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ ആയിരുന്നു, പിള്ളേർ ശബ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ടീച്ചർ വന്നപ്പോൾ. അപ്പം നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വാസ് ഷൗട്ടിങ് എഴുതും. ചിൽഡ്രൻ പ്ലൂറലാണ്, അതുകൊണ്ട് നമുക്ക് വെയർ ഷൗട്ടിങ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മൈ നീസ് ഡാഷ് ഓൾ ദ ഹാരി പോട്ടർ നോവൽ ബൈ ദ ടൈം ഷി വാസ് 17 years old. നോക്കൂ. മൈ നീസ് ഡാഷ് ഓൾ ദ ഹാരി പോട്ടർ നോവൽസ് ബൈ ദ ടൈം ഷി വാസ് 17 years old. റീഡ്, ഹാസ് റീഡ്, ഹാഡ് റീഡ്. ഇവിടെ നോക്കൂ. ബൈ ദ ടൈം ഷി വാസ് 17 years old. 17 years old ആയപ്പം അവൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് ആക്ഷൻ നമ്മൾ എന്തിലാ പറയുക? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ എന്താ? മൈ നീസ് ഹാഡ് റീഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇറ്റ് ഡാഷ് മിഡ് നൈറ്റ് വെൻ ഇറ്റ് വാസ് റെയിനിങ്. നോക്കൂ. ഇറ്റ് ഡാഷ് മിഡ് നൈറ്റ്, ഈസ് വാസ് വെയർ. നമ്മൾ ഇറ്റ് വാസ് റെയിനിങ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പം ഇവിടെ എന്താ വരിക? വാസ് ആണ് വരിക. വാസ്. 16. രാമു ഡാഷ് അറ്റ് ദ കമ്പനി ഫോർ 5 years ബിഫോർ ഹീ ലെഫ്റ്റ് ഫോർ കാനഡ. ഇവിടെ നോക്കൂ. രാമു ഡാഷ് അറ്റ് ദ കമ്പനി ഫോർ 5 years ബിഫോർ ഹീ ലെഫ്റ്റ് ഫോർ കാനഡ. ഹാസ് ബീൻ വർക്കിംഗ്, ഹാഡ് ബീൻ വർക്കിംഗ്, വാസ് വർക്കിംഗ്. കമ്പനി ഫോർ 5 years. 4 സിൻസോ വന്നാൽ നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താ? ബിഫോർ ഹി ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? പാസ്റ്റ്. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരണം. ഇവിടെ നോക്കൂ. ഹാഡ് ബീൻ വർക്കിംഗ്. രാമു ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദ കമ്പനി. ഹാഡ് ബീൻ വർക്കിംഗ് ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇനി ദ ഹോട്ടൽ ഹാഡ് ക്ലോസ്ഡ് ബൈ ദ ടൈം വി ഡാഷ് ദെയർ. നോക്കൂ. ഓപ്ഷൻസ് എന്താ? ഗെറ്റ്, ഗോട്ട്, ഗെറ്റ്സ്. ഇവിടെ എന്താ? ഇവിടെ എന്താ? ദ ഹോട്ടൽ ഹാഡ് ക്ലോസ്ഡ്. 2 ആക്ഷൻ. ആദ്യത്തെ ആക്ഷൻ എന്തായിരുന്നു? ഹോട്ടൽ ക്ലോസ് ചെയ്തു, ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും. അപ്പം രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റ്. അപ്പം ഗെറ്റ് വരുമോ, ഗോട്ട് വരുമോ, ഗെറ്റ്സ് വരുമോ? സിമ്പിൾ അല്ലേ? ഗോട്ട്. ആൻസർ എന്താ? ഗോട്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ കിങ് ഹാഡ് ഡാഷ് ദ ട്രൂത്ത് ഫോർ എ വൈൽ. ദ കിങ് ഹാഡ് ഡാഷ് ദ ട്രൂത്ത് ഫോർ എ വൈൽ. ന്യൂ, നോസ്, നോൺ. നോക്കൂ. ഇവിടെ എന്താ? കിങ് ഹാഡ് ഡാഷ് ദ ട്രൂത്ത്. ഹാഡ് കഴിഞ്ഞാൽ എന്തോ വരണം? V3. ന്യൂ, നോ, സോറി, നോ, ന്യൂ, നോൺ അല്ലേ? നോ V1, ന്യൂ V2, നോൺ V3. അപ്പോൾ V3 വരണമെന്ന് നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റിൽ. അപ്പം നോൺ അല്ലേ വരത്തുള്ളൂ? നോൺ. ക്ലിയർ ആണോ? ഇനി 19. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞതിലും തന്നു, ഇത് മനഃപൂർവ്വം തന്നത് തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് എക്സാംസിന്. ഇതേ ക്വസ്റ്റ്യൻ. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. നോക്കൂ. ലെഫ്റ്റ്, ഹാസ് ലെഫ്റ്റ്, ഹാഡ് ലെഫ്റ്റ്. ആദ്യം ഇതെന്താ സംഭവിച്ചത്? ആക്ഷൻ ഏതാ? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അല്ലേ? വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാനവിടെ എത്തിയപ്പോൾ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഹാഡ് ലെഫ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ഹാഡ് ലെഫ്റ്റ്. ഇനി ദ ഡോഗ് ഡാഷ് കണ്ടിന്യൂസ്ലി അണ്ടിൽ ദ ഓണർ കെയിം ഹോം. നോക്കൂ. അണ്ടിൽ ദ ഓണർ കെയിം ഹോം. ഓണർ വരുന്നത് വരെ അത് കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആക്ഷൻ കംപ്ലീറ്റഡ് ആയി അവിടെ. അതായത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ. പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങി പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എന്താ വരിക? ഓപ്ഷൻസ് നോക്കൂ. ഈസ് ബാർക്കിംഗ്, വാസ് വർക്കിംഗ്, ഹാഡ് ബീൻ ബാർക്കിംഗ്. നോക്കൂ. ദ ഡോഗ് ഡാഷ് കണ്ടിന്യൂസ്ലി അണ്ടിൽ ദ ഓണർ കെയിം ഇൻ. ഓണർ വരുന്നത് വരെ അത് കുറച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഇത് പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങി പാസ്റ്റിൽ തന്നെ തീരുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ഹാഡ് ബീൻ വർക്കിംഗ്, ബാർക്കിംഗ് ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് പാസ്റ്റിൽ തന്നെ തീരും. അങ്ങനെ അണ്ടിൽ നോക്കുക. അണ്ടിൽ ദ ഓണർ കെയിം. ഓണർ വന്നതോടെ അത് കുറച്ചിൽ നിർത്തി. അപ്പം നമുക്ക് അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ അതിന് പാസ്റ്റ് കണ്ടിന്യൂസ്. ഒരാക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത്
ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലും പറയാം. ക്ലിയർ ആണല്ലോ? പാസ്റ്റ് കണ്ടിന്യൂസ് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് എന്നും, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റിൽ തന്നെ തീരുവാണെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കുക. ഞങ്ങൾ അതിനകത്ത് എന്തെങ്കിലും അവിടെ തന്നെ പറഞ്ഞുതരാൻ പറ്റും, അതിന് തന്നെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോയോ എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങൾക്ക് ക്ലാരിഫൈ തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.